ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് ബീട്രൂട്ട് വെച്ചിട്ടൊരു പോള റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോളയാണിത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ബീട്രൂട്ട് പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബീട്രൂട്ടും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടും വേവിച്ചെടുക്കാം. അങ്ങനെ 2 ബീട്രൂട്ട് വേവിച്ചത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ 5 മുട്ടയാണ് ചേർക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ എന്നിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ അടിക്കുന്നതിന് പകരം ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ബീറ്ററിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ബീട്രൂട്ട് നമ്മൾ ആദ്യമേ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. രണ്ട് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായപ്പോൾ കിസ്മിസും ബദാമും കൂടെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്ന നെയ്യ് പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കും ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് മിക്സ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്നു നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പോള ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും ബദാമും പോളയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പോള വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അടിയിലേക്ക് വേറൊരു പാന് കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാന് വെക്കുമ്പോൾ അത് ചൂടോടെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആദ്യമേ ചൂടാക്കിയ പാന് തന്നെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. പോളയുടെ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ പോള കുറച്ചുകൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വേവിക്കാം. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. പോള റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ടൂത്ത് പിക്കോ എടുക്കാം. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നോക്കാം. ടൂത്ത് പിക്കിൻ്റെ അറ്റത്ത് ഒന്നും പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. പോള അപ്പം കറക്റ്റ് പാകമായിട്ടാണുള്ളത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ബീട്രൂട്ട് പോള റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്